ഹലോ എവരിവൺ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കറണ്ട് പ്ലാനിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്ലാൻ ട്യൂട്ടറിങ്ങിൻ്റെ പ്ലാൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ എണ്ണം കൂടുമ്പോഴൊക്കെ നമുക്ക് പ്ലാന് ചേഞ്ച് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. എന്നാലാണ് അതിൻ്റെ സ്മൂത്ത് വർക്കിങ്ങിന് അത് സഹായിക്കുള്ളൂ. അപ്പോൾ അത് വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ബോട്ടം ഭാഗത്ത് കാണുന്ന മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൽ ബില്ലിംഗ് ആൻഡ് പ്ലാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഇപ്പോൾ നമ്മുടെ കറണ്ട് പ്ലാൻ ഏതാണ് എന്നുള്ളത് മുകളിലത്തെ സെക്ഷനിൽ നമുക്ക് കാണാം. അപ്പോൾ ആ കറണ്ട് പ്ലാനിൽ എന്തൊക്കെയാണ് നമുക്ക് ഉള്ളത് എന്നുള്ളതും അത് എത്ര ഇപ്പോൾ കറണ്ട് എത്ര ലിമിറ്റായി എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടർ പ്ലാനാണ്. അപ്പോൾ അതിൽ അലോ ആയിട്ടുള്ളത് നമുക്ക് 3 ബാച്ച് വരെ ക്രിയേറ്റ് ചെയ്യാം, 100 സ്റ്റുഡൻസിനെ വരെ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു മാസത്തിൽ നമുക്ക് 100 മെസ്സേജുകൾ വരെ അയക്കാൻ വേണ്ടിയിട്ട് പറ്റും വാട്സപ്പിലൂടെ. അപ്പോൾ അത് 100 മെസ്സേജ് എത്ര ആയി എന്നുള്ളത് ഇപ്പോൾ 9 മെസ്സേജാണ് നിലവിൽ ഞാൻ അയച്ചിട്ടുള്ളത്. ഞാൻ ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, 100 സ്റ്റുഡൻസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. 100 സ്റ്റുഡൻസിൽ 5 സ്റ്റുഡൻസിനെ ആഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് കാണാം. അപ്പം ഇനി ഇൻ കേസ് നമുക്ക് 100-ൽ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്, നമ്മൾ 3 ബാച്ച് കൂടുതൽ ബാച്ച് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് 100-ൽ കൂടുതൽ മെസ്സേജ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്ലാനിന് വളരെ ഈസി ആയിക്കൊണ്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വരുന്ന അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഗ്രോത്ത് പ്ലാനാണ് പിന്നീട് നമുക്ക് വരുന്നത്. അതിൽ നമുക്ക് 10 ബാച്ച് വരെ ക്രിയേറ്റ് ചെയ്യാം. അതിൽ 200 സ്റ്റുഡൻസിന് വരെ നമുക്ക് ആഡ് ചെയ്യാം. വാട്സപ്പ് മെസ്സേജ് 500 മെസ്സേജ് വരെ നമുക്കൊരു മാസത്തിൽ അയക്കാം. എക്സാം പോർട്ടലും പാരൻറ്റ് പോർട്ടലും നമുക്ക് റിപ്പോർട്ട് ജനറലൈസേഷനും ഒക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ പ്രോ പ്ലാനിൽ വരുന്ന സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് ബാച്ചും അൺലിമിറ്റഡ് സ്റ്റുഡൻസും അൺലിമിറ്റഡ് വാട്സപ്പ് അലേർട്ടും എക്സാം മാനേജ്മെൻറ്റും ഒക്കെ അതിൽ വരുന്നുണ്ട്. പാരൻറ്റ് പോർട്ടൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ് റിപ്പോർട്ട്, അതേപോലെ പ്രയോറിറ്റി സപ്പോർട്ട് എല്ലാം വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് അങ്ങനെ അൺലിമിറ്റഡ് സ്റ്റുഡൻസിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്ലാന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മന്ത്ലി ആയിക്കൊണ്ടും ഇയർലി ആയിക്കൊണ്ടും നമുക്ക് പ്ലാന് ചൂസ് ചെയ്യാം. ഇയർലി ആകുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മാസത്തെ ഫീസ് നമുക്കതിൽ റിഡക്ഷൻ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഗ്രോത്ത് പ്ലാനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രോ പ്ലാനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കൊരു മന്ത്ലി 1500 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1 ഇയറിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് 18,000 രൂപയാണ് വരേണ്ടത്. പക്ഷേ നമ്മൾ ഇയർലി ആകുന്ന സമയത്ത് 2 മന്ത് ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് 14,999 വരുന്നത്. അതായത് ഓൾമോസ്റ്റ് നമുക്ക് 3,000 രൂപയുടെ ഡിഡക്ഷൻ വരുന്നുണ്ട്. 2 മാസത്തെ ഫീസിൻ്റെ ഡിഡക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തോളം എന്തായാലും യൂസ് ചെയ്യും എന്ന് ഉറപ്പുള്ള ട്യൂഷൻ സെൻറ്റേഴ്സിനൊക്കെ നമുക്ക് പ്രോ പ്ലാൻ എടുക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇയർ പ്ലാൻ എടുക്കുന്നത് എന്തുകൊണ്ടും ഉപകാരപ്രദമായിരിക്കും. ജസ്റ്റ് നമ്മൾ അപ്ഗ്രേഡ് ടു പ്രോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് നമ്മുടെ പ്ലാന് ഇൻക്രീസ് ചെയ്ത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ട്യൂട്ടറിങ്ങിനെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.